ചോദ്യം ഇതാണ്: എ ബി എന്നീ രണ്ട് വ്യക്തികൾ ഒരു നിശ്ചിത ദൂരം സഞ്ചരിച്ച സ്പീഡ് തമ്മിലുള്ള റേഷ്യോ 9:5 ആണ്. എന്നിട്ട് പറയുന്നു ബി എന്ന ആൾക്ക് ലക്ഷ്യത്തിലെത്താൻ എയേക്കാൾ 36 മിനിറ്റ് കൂടുതൽ എടുത്തു. അങ്ങനെയെങ്കിൽ ബി എത്ര സമയം കൊണ്ടാണ് ലക്ഷ്യത്തിലെത്തിയതെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എയുടെയും ബിയുടെയും സ്പീഡുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് എത്ര എന്ന് പറയുന്നു? 9:5 എന്ന് പറയുന്നു. അപ്പം മനസ്സിലാക്കുക, ഇത് സ്പീഡിൻ്റെ റേഷ്യോ. ഞാൻ എസ് എന്നിടാം. ഒരു കാര്യം ഓർക്കുക, സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ക്വാണ്ടിറ്റീസ് ആണ്, വിപരീത അനുപാതത്തിലുള്ള രണ്ട് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ സ്പീഡിൻ്റെ റേഷ്യോ തന്നിട്ട് എൻ്റെ കുട്ടികളോട് സമയത്തിൻ്റെ റേഷ്യോ എഴുതാൻ പറഞ്ഞാൽ ഇതിൻ്റെ വിപരീത അനുപാതം ഇൻവേഴ്സ് റേഷ്യോ എടുത്ത് എഴുതി വെച്ചാൽ പോരെ. അപ്പോൾ 9:5 ഇൻവേഴ്സ് റേഷ്യോ 5:9 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ ആണോ? എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും യാത്രക്കെടുത്ത സമയങ്ങൾ തമ്മിലുള്ള റേഷ്യോ ആണ് 5:9. ഇനി എന്താ ചോദ്യത്തിൽ പറയുന്നേ? ബി എന്ന ആൾക്ക് ലക്ഷ്യത്തിലെത്താൻ എയേക്കാൾ 36 മിനിറ്റ് കൂടുതൽ എടുത്തു. അപ്പം റേഷ്യോയുടെ സൈഡിൽ ഒന്ന് ചെക്ക് ചെയ്തേ. റേഷ്യോയുടെ സൈഡിൽ ചെക്ക് ചെയ്യുക. ബി എന്ന ആൾക്ക് എത്ര റേഷ്യോ കൂടുതൽ എടുത്തു എന്നൊന്ന് നോക്കിയേ. എക്ക് 5 സമയമേ എടുത്തുള്ളൂ, ബിക്ക് 9 സമയം എടുത്തു. എന്ന് പറഞ്ഞാൽ ബി എന്ന ആൾക്കൊരു 4 സമയം കൂടുതൽ എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം ഈ 4 സമയത്തിൻ്റെ വിലയാണ് ചോദ്യത്തിൽ പറയുന്ന 36 മിനിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എന്താ കണ്ടുപിടിക്കേണ്ടത്? ബി എന്നയാൾ എത്ര സമയം കൊണ്ട് ലക്ഷ്യത്തിലെത്തുമെന്ന ബിയുടെ സമയമൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക? 9 ബിയുടെ സമയത്തിൻ്റെ റേഷ്യോ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 9 എന്ന റേഷ്യോയുടെ വില എത്രയാണ് എന്നാ കണ്ടുപിടിക്കേണ്ടത്. 4 എന്ന റേഷ്യോയുടെ വില 36 9 എന്ന റേഷ്യോയുടെ വില എത്ര എന്ന് കണ്ടുപിടിച്ചു വെച്ചാൽ ആൻസറായി. ഈസി അല്ലേ കാൽക്കുലേഷൻ? 9 × 36 ഡിവൈഡഡ് ബൈ 4. 4 36 കൂടെ വെട്ടിക്കളയാം 9 വെച്ച്. ബാക്കി എന്ത് വരും? 9 × 9 81 മിനിറ്റ് വേണം ബി എന്നയാൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ അല്ലേ എൻ്റെ കുട്ടികൾ? ഓക്കെ, താങ്ക് യു.